വർഷം തോറും വൃക്ഷത്തൈ നട്ട് ക്യാമറയ്ക്ക് മുന്നിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ച് അടുത്ത പരിസ്ഥിതി ദിനാഘോഷത്തിന് ക്യാമറ കണ്ണുകൾ തിരയുന്ന സമൂഹത്തിന് മുന്നിൽ വരും തലമുറയ്ക്കായി ഒരു ഹരിതലോകം എന്ന സന്ദേശവുമായി തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഒരു വിദ്യാലയം. തിരുവനന്തപുരം ആറാലുമൂട് വിവേകാനന്ദ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ. വനങ്ങളാണ് ഒരു ദേശത്തിൻ്റെ ശ്വാസകോശം എന്ന് തിരിച്ചറിയുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളും അധ്യാപകരും. ഓരോ പരിസ്ഥിതി ദിനത്തിലും ലക്ഷക്കണക്കിന് വൃക്ഷത്തൈകളാണ് വച്ചുപിടിപ്പിക്കുന്നത്. എന്നാൽ തൊട്ടടുത്ത ദിവസം മുതൽ വെള്ളവും വളവും നൽകി അതിന്റെ പരിപാലനം ഉറപ്പാക്കാൻ ആരും മെനക്കെടാറില്ല. ഈ രീതി തിരുത്തിക്കുറിച്ചിരിക്കുകയാണ് ആറാലുമൂട് വിവേകാനന്ദ മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ. വർഷങ്ങൾക്ക് മുൻപ് മൂന്നുകല്ലിൻമൂട് ആയുർവേദ സിദ്ധ ഹോമിയോ ആശുപത്രികളിലും നെയ്യാറ്റിൻകര പോസ്റ്റ് ഓഫീസിലും ഫയർ സ്റ്റേഷനിലും നട്ട വൃക്ഷത്തൈകൾക്ക് വെള്ളവും വളവും നൽകി അവയെ പരിപാലിക്കാനും ഒത്തുകൂടുകയാണ്. നവമാധ്യമങ്ങളിൽ ഫോട്ടോയ്ക്കും സ്റ്റാറ്റസിനും വേണ്ടി വൃക്ഷത്തൈകൾ നടുകയും അടുത്ത ദിവസം തന്നെ അവ കരിഞ്ഞുണങ്ങി പോവുകയും ചെയ്യുന്ന പുതിയ കാലത്തിന്റെ രീതികളെ പാടെ മാറ്റിമറിച്ചിരിക്കുകയാണ് ഈ കുരുന്നുകൾ. ആറാലുമൂട് വിവേകാനന്ദ മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നെയ്യാറ്റിൻകര നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS സജികുമാർ നിർവഹിച്ചു. സ്കൂൾ ചെയർമാൻ VNP രാജ്, പ്രിൻസിപ്പൽ രത്ന സതീഷ്, വൈസ് പ്രിൻസിപ്പൽ രനീഷ് TK എന്നിവർ ആശംസകൾ നേർന്നു. അധ്യാപക പ്രതിനിധികളായ വന്ദന, ആനാവൂർ മണികണ്ഠൻ, വിഷ്ണുപ്രിയ, ശ്രീവിദ്യ എന്നിവരും വിദ്യാർത്ഥി പ്രതിനിധികളായ മാനസ് P മാധവ്, ദേവിക, വിവേക് നാഥ്, അമ്പാടി തുടങ്ങിയവരും ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സബീന ഇബ്രാഹിം, സിദ്ധ ആശുപത്രിയിലെ ഡോക്ടർ ജിജി എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. ACV ന്യൂസ്, തിരുവനന്തപുരം.